ഹലോ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ലാസ്റ്റ് ഡേ ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഈ സ്കാർഫ് എൻ്റെ റൂംമേറ്റ് തന്നെയാണ്. അതുപോലെ ഈ ഒരു ഡ്രസ്സും ഈ ഒരു ടോപ്പും എൻ്റെ റൂംമേറ്റ് തന്നെയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ആക്ച്വലി ക്ലാസ് ഉണ്ട്. ഞാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഫുൾ ഗ്രീനിൽ വന്നേക്കാണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാമേ. ഒരു മിനിറ്റ്. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ ഒരു ടോപ്പും ഒരു ഗ്രീൻ സ്കേർട്ടും അതേപോലെ ഈ ഒരു സ്കാർഫ്. അപ്പോൾ നമുക്കിനി യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാം. ഞാൻ ലേറ്റ് ആയിട്ടുണ്ട്, എന്നാലും നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് പോകണം. കാരണം എനിക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എനിക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനി ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. പിന്നെ എനിക്ക് പനിയായിരുന്നു. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് യൂണിവേഴ്സിറ്റിക്ക്. ഇവിടെ വെളുപ്പങ്കാലമായ കാരണം കൊണ്ട് ആരുമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എവിടെ വണ്ടി കിടക്കണേന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു സൈൻറ്റിസ്റ്റിക്ക് വന്നിട്ടുള്ളത്. ഇതൊരു സോളിഡ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്. അവിടുത്തെ കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ട് പ്രൊഫസറും അതുപോലെ ടീച്ചിങ് അസിസ്റ്റൻറ്റും സ്റ്റുഡൻസും എല്ലാവരുമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. മിലാനിൽ വന്നതിന് ശേഷം ഞാൻ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് പോകുന്നത്. അതാണ് ടൂറിൻ എന്ന് പറയുന്ന ഈ സ്ഥലം. നല്ല മനോഹരമാണ് കേട്ടോ. ഇത് ആക്ച്വലി പ്രോപ്പർ സിറ്റിയിലായിരുന്നില്ല. ഈ പ്ലാന്റ്സൊക്കെ എപ്പോഴും പുറത്തായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിപ്പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫുഡ് നമ്മുടെ അടുത്ത് മുന്നേ മെനു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പം ഞാൻ സെലക്ട് ചെയ്തത് ബ്രെഡും പൊട്ടറ്റോസും ബീഫും പിന്നെ പോമദോറി, അതായത് നമ്മുടെ തക്കാളി, ടൊമാറ്റോ പാസ്ത. What should I do? I don't know. Return and see what's up because I'm actually very. നമ്മുടെ പ്ലാൻ വിസിറ്റൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസമാണ് കേട്ടോ. യൂറോപ്പിലെല്ലാം ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഡിസംബറിലേ തുടങ്ങും. അതുകൊണ്ട് തന്നെ എപ്പോഴും പരിപാടികളാണ്. ഇവിടെ സ്റ്റോളൊക്കെ ഇട്ടിട്ടുണ്ട് ദുവോമോയിൽ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇന്നും വരും ഇനി. അപ്പോൾ ഞങ്ങളും സ്റ്റോളുകളൊക്കെ ഓരോന്ന് കയറി ഇറങ്ങി. അപ്പോൾ എൻ്റെ റൂംമേറ്റിന് ഒരു ക്യാപ്പ് മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു കേട്ടോ. That does look beautiful, doesn't it? ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ദോമോ എന്ന് പറയുന്നത്. ഇന്നപ്പോൾ ഈ ഒരു ക്രിസ്മസ് ട്രീ വന്നത് കൊണ്ടും നല്ല തിരക്കാണ് അവിടെ. I tried yesterday.
തണുപ്പാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാരാണ് കേട്ടോ അവിടേക്ക് വരുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ തണുത്ത് തുടങ്ങി. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു അടുത്തുള്ളൊരു ലൈബ്രറി ഉണ്ട്, അവിടെ പോയിട്ട് കുറച്ച് ചൂട് കൊള്ളാമെന്ന്. അപ്പോൾ ഞങ്ങളൊരു ലൈബ്രറിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഇത്തിരി ചൂട് കിട്ടാൻ വേണ്ടി വന്നതാണ്. ഇവരപ്പോൾ ബുക്ക് നോക്കാൻ എനിക്ക് ഇതിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മേടിക്കണില്ല. ഒരുപാട് ബുക്സ് ഉണ്ട് കേട്ടോ. ലൈബ്രറി ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഒരു ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടുത്തെ കടയിലൊക്കെ നല്ല കത്തിയായ കാരണം കൊണ്ട് ഞങ്ങളൊരു 4-5 കടയിൽ പോകേണ്ടി വന്നു കേട്ടോ. ഹലോ, അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്ത് പോവാണ്. എനിക്ക് സ്ഥലം അറിയില്ല, ഒരു മാർക്കറ്റ് കാണാൻ പോകണം കേട്ടോ. ക്രിസ്മസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മാർക്കറ്റൊക്കെ ആണല്ലോ. അപ്പോൾ തണുപ്പുണ്ടെന്ന് പറയുന്നു, പക്ഷെ തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യണില്ല അത്രയ്ക്ക്. കഴിഞ്ഞ വട്ടം ഇതേപോലെ ഞാൻ പറഞ്ഞിട്ട് എനിക്കന്ന് കോൾഡ് പിടിച്ചായിരുന്നു കേട്ടോ. ക്യാപ്പ് വയ്ക്കണം ഇനി. അപ്പോൾ ഞങ്ങളിതേ നടക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട്, കാരണം ഇത് ഒരറ്റത്തുള്ള സ്റ്റോപ്പിലാണ്. റോഫിയറാണെന്ന് തോന്നുന്നുണ്ട് പേര്. പോയിട്ട് വരാം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള ബിറ്റ്സ് കാണിച്ചേക്കാവേ. ബൈ. അങ്ങനെ ഒരുപാട് യാത്രയ്ക്ക് ശേഷം, ഒരുപാട് സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷം നമ്മളിതേ സ്ഥലത്തെത്തിയിട്ടോ. അടിപൊളി സ്ഥലമായിരുന്നു റോഫിയറ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചെറിയ സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട്. നമ്മളുടെ ആദ്യം നമ്മളൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ ഫ്രീ പാസ്. അത് ചെക്ക് ചെയ്തു. ഇപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ്ങിലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. എനിക്ക് നല്ല ഇഷ്ടം. നല്ല ഭംഗിയുണ്ട് ഇവിടെ മൊത്തം കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ ട്രാവലായിട്ടുള്ള ഇവിടെ പോവാം. Italia, stop or India? Padiglione 1-3 Italia. പരിപാടിയുടെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ടാന്ന് തോന്നിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തിക്കും തിരക്കായിരുന്നു. Show that one, that display of fucking blue cheeses. ചീസ് ഉണ്ട് അവിടെ ഒരുപാട്. അപ്പോൾ ഇന്നലെ ഒരു ചീസ് ഞങ്ങൾ ട്രൈ ചെയ്തു, ഭയങ്കര മോശം ടേസ്റ്റ് ആയിരുന്നു. And it was so bad. വെരി ബാഡ്. സോ ഇപ്പോൾ ഞങ്ങളിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇവിടെ എങ്ങനെയാണെന്നറിയോ? ഇവിടെ ഇങ്ങനെയാണ്. പന്നി. ഓ പന്നി. ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ സിമ്പിൾ ഡ്രസ്സും അവർ ഒരുപാട് ലെയറിങ്ങുമാണ് ചെയ്തത്. പക്ഷെ അത് അവസാനം അവർക്ക് തന്നെ വിനയായി. ഞാനാണെങ്കിലും നല്ല കൂളായിട്ട് നടക്കുകയും ചെയ്തു കേട്ടോ. ഞങ്ങൾ മൊസറല്ല സ്നാക്സ് മേടിക്കാൻ വന്നേക്കാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല, പക്ഷെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ലതെന്ന് വിചാരിക്കണം. അപ്പോൾ റോസ്റ്റ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം. അപ്പോൾ നമ്മളത് മേടിക്കാം. ഞങ്ങൾ നല്ല വിശന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ ടേസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന എല്ലാം ഞങ്ങളെടുത്ത് ടേസ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കൺട്രിയുടെ ഫുഡ് കഴിക്കാമെന്നായിരുന്നു പ്ലാൻ. അങ്ങനെ നടന്ന് നമ്മൾ ശ്രീലങ്കൻ ഷോപ്പെത്തി അവിടെ എത്തിയപ്പോൾ തന്നെ എന്തൊരു റിലീഫായിരുന്നു. കാരണം കുറേ ആയി നാട്ടിലത്തേക്ക് ഭക്ഷണം ഞാൻ ഈ ചാട്ട് ഐറ്റംസും എൻ്റെ റൂംമേറ്റ് ചെട്ടിനാട് ചിക്കൻ കറി വിത്ത് റൈസാണ് മേടിച്ചത്. Oh, chole. Yeah. You call it ceci in Italian? In olden days, when kingdoms used to fight war, they come into position and then somebody blows that horn and then the war starts.
ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പോയത് സൗദി അറേബ്യയുടെ പരിപാടിയിലോട്ടാണ്. അയ്യോ അടിപൊളിയായിരുന്നു കേട്ടോ ഒരു പരിപാടി. അവരുടെ ഒരു പ്രത്യേക ട്രഡീഷണൽ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് നല്ലതായിരുന്നു. ഒരുപാട് സ്റ്റോള് കണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഫ്രാൻസിൻ്റെ സ്റ്റോളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിത് കൂടാണ്ട് ഏഷ്യ കണ്ടു, ഏഷ്യയിലുള്ള എല്ലാ സ്ഥലവും കണ്ടു. പിന്നെ ഇറ്റലി കണ്ടു, സൗദി അറേബ്യ പോയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഇത് എല്ലായിടത്തേക്കും പോട്ടെ, കാരണം എല്ലാ സ്ഥലവും ഇവിടെ ഉണ്ട്. അമേരിക്കയുടെ സൈഡും ഓസ്ട്രേലിയയുടെ സൈഡും ഒന്നും പോയില്ല, ബാക്കി ഓഷ്യാനിയ എല്ലായിടത്തും പോയിട്ടോ. പിന്നെ അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാവർക്കും പ്രൈവസി കൺസേൺസ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ ഏറെക്കുറെ ഇവിടുത്തെ എല്ലാ ഫെസ്റ്റും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇതേപോലെ കുറേ സ്പ്രേ സോപ്പ് കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം ഫുഡ് കഴിച്ചു, ചാട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചത്. ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഞാൻ അത്ര ആഗ്രഹിച്ചു മേടിച്ച ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, അത് നമുക്ക് ഉണ്ടാക്കാമല്ലോ. ചാട്ട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇനി നമ്മൾ ഫ്രാൻസിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ വന്നേക്കാം. ഇവിടെ എൻ്റെ ഫ്രണ്ട് ക്രീമുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ കാനോലി ഇതാന്ന് തോന്നുന്നുണ്ട്, കാനോലി ഇത് മേടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇതൊരു സിസിലിയൻ സ്വീറ്റ് ആണെന്നാണ് പറഞ്ഞത്, എനിക്കറിയില്ല. നമ്മളിത് മേടിച്ച് പാഴ്സൽ മേടിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വ്ളോഗ്. അപ്പോൾ എനിക്ക് വ്ളോഗിങ് അത്ര വശമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ.